കനത്ത ജാഗ്രതയിൽ കേരള തീരവും അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 593 കിലോമീറ്ററോളം വരുന്ന കേരള തീരത്തും സുരക്ഷ ശക്തമാക്കി നാവികസേന. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് ചേർന്ന വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. 8 തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ കോസ്റ്റൽ പോലീസിന്റെ രാത്രികാല ബോട്ട് പെട്രോളിംഗ് ശക്തമാക്കും. സുരക്ഷ വിലയിരുത്തുന്നതിനായി 9 കടലോര ജില്ലകളിലും മാസത്തിലൊരിക്കൽ കടലോര ജാഗ്രതാ സമിതി യോഗം ചേരാനും തീരുമാനിച്ചു. അതിർത്തി സംഘർഷങ്ങളുടെ പ്രത്യേകിച്ച് പാക് അധീന കാശ്മീരിൽ കടന്ന് ഇന്ത്യ തിരിച്ചടിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഏതു വിധത്തിലും തിരിച്ചടിയുണ്ടായേക്കാം എന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് രാജ്യത്താകമാനം കേന്ദ്രം കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരള തീരത്തെ സുരക്ഷ വിലയിരുത്തുന്നതിനായി കൊച്ചി നാവിക ആസ്ഥാനത്ത് നാവികസേനയുടെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്ത യോഗം ചേർന്നത്. നാവികസേന ഓഫീസർ ഇൻചാർജ് ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ്, കേരള കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ്, ഇന്റലിജൻസ് ബ്യൂറോ, ഇമിഗ്രേഷൻ, കസ്റ്റംസ്, ഫിഷറീസ്, കൊച്ചിൻ തുറമുഖ ട്രസ്റ്റ്, സംസ്ഥാന സർക്കാർ എന്നീ വകുപ്പുകളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു. 593 കിലോമീറ്ററോളം വരുന്ന കേരള തീരത്ത് നിരന്തരമായി നിരീക്ഷണം നടത്താനും സുരക്ഷ ശക്തമാക്കാനും തീരുമാനിച്ചു. കേരള തീരത്ത് അതീവ ജാഗ്രത പുലർത്താനാണ് എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും തീരുമാനം. ഓരോ വകുപ്പിന്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് അഭിപ്രായം മാനിച്ച് ഏറ്റവും കെട്ടുറപ്പുള്ള സുരക്ഷാ സംവിധാനമാകണം കേരള തീരത്ത് ഒരുക്കേണ്ടതെന്ന് യോഗം വിലയിരുത്തി. 8 തീരദേശ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോസ്റ്റൽ പോലീസിന്റെ രാത്രികാല ബോട്ട് പെട്രോളിംഗുകൾ കൂടുതൽ ശക്തമാക്കും. തീരദേശ സുരക്ഷ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മാസത്തിലൊരിക്കലെങ്കിലും 9 കടലോര ജില്ലകളിലും കടലോര ജാഗ്രതാ സമിതി യോഗം ചേരും. തീരദേശവാസികളെയും ഈ യോഗത്തിൽ ഉൾപ്പെടുത്തി സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അത് യഥാവിധി മുകളിലേക്ക് അറിയിക്കുവാനുള്ള സംവിധാനവും ഉണ്ടാകും. അതാത് ജില്ലാ കളക്ടറേറ്റുകളിലാവും കടലോര ജാഗ്രതാ സമിതി യോഗം ചേർന്ന സുരക്ഷ വിലയിരുത്തുക. അലക്സ്, രാം മുഹമ്മദ്, കൊച്ചി.